മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം എന്ന ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. എന്തിലൂടെ? ഒരു ടൈം ലൈനിലൂടെ. ആ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോഴേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് വർഷങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു ടൈം ലൈൻ ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന്. സോ ഞാൻ എൻ്റെ വാക്ക് ഇവിടെ പാലിക്കുന്നു. നമ്മൾ ഇന്ന് ടൈം ലൈനിലൂടെ ആ ചാപ്റ്ററിനെ ഒന്ന് ഓടിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്ന് മാറിയിട്ട് എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് മാറുന്നത് എപ്പോൾ മുതലാണ്? അത് 1915 മുതലാണ് അല്ലെ. 1915 എന്താ സംഭവിച്ചേ? ഒരാൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട്. ആരാണ്? നമ്മുടെ സ്വന്തം മഹാത്മാ ഗാന്ധി. അപ്പോൾ ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു 1915. അദ്ദേഹം ഇന്ത്യയിലോട്ട് വരുന്നതോടുകൂടി അദ്ദേഹം എന്തായിട്ട് മാറുന്നു? ഒരു നാഷണൽ ലീഡറായിട്ട് മാറുന്നു അല്ലെ. നമ്മുടെ ഫ്രീഡം മൂവ്മെന്റിന്റെ നാഷണൽ ലീഡറായിട്ട് മാറുന്നു. കാരണം അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയുന്ന സമര രീതികളെ എല്ലാ ജനങ്ങളെയും ഇൻക്ലൂസീവ് ആക്കി, എന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്തു. അത് നോൺ വയലന്റ് സ്ട്രഗിൾ അല്ലെങ്കിൽ സത്യാഗ്രഹം എന്ന് പറയുന്ന രീതിയിലുള്ള സ്ട്രഗിൾ കൊണ്ടുവന്ന് എല്ലാ ജനങ്ങളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇത് എന്തായി മാറി? ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് മാറി. അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ നടത്തി. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 1915 മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയുടെ ദേശീയ നേതാവായി മാറിക്കൊണ്ടിരിക്കുന്നു. തൊട്ട് അടുത്ത വർഷം 1917 മഹാത്മാഗാന്ധി ഇടപെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രക്ഷോഭം ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. എന്തിനു വേണ്ടിയാണ് അവരെ സമരം നടത്തിയത്? ഇൻഡിഗോ പ്ലാന്റേഷൻ കർഷകരുടെ സമരമായിരുന്നു അത്. അതിൽ മഹാത്മാഗാന്ധി ഇറങ്ങുന്ന ആദ്യത്തെ മാസ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ആദ്യ സമരങ്ങളിലൊന്ന് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം, ചമ്പാരൻ സത്യാഗ്രഹത്തെ വിളിക്കാം. 1917. തൊട്ടടുത്ത വർഷം 1918 രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങൾ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും ഖേദ സത്യാഗ്രഹവും. രണ്ടും നടക്കുന്ന ഇവിടെ തന്നെയാണ്, ഈ പറയുന്ന ഗുജറാത്തിലാണ്. അപ്പോൾ അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് മിൽ വർക്കേഴ്സിന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട സ്ട്രൈക്ക്, ഖേദ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന നികുതി ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായിട്ടും നികുതി കുറയ്ക്കാത്ത ബ്രിട്ടീഷുകാരുടെ നടപടിക്കെതിരായിട്ടും സമരം നടക്കുന്നു. അപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നു 1915. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാറുന്നു. അദ്ദേഹം പ്രക്ഷോഭങ്ങളെ ഒരു മാസ് മൂവ്മെന്റ് ആക്കി മാറ്റുന്നു. അടുത്ത വർഷം 1917 നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എവിടെ? ബീഹാറിൽ. ഇൻഡിഗോ പ്ലാന്റേഴ്സിന് വേണ്ടിയുള്ള സമരത്തിലായിരുന്നു ഗാന്ധിജി പങ്കെടുത്തത്. അടുത്ത് 1918 രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങൾ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും അതുപോലെ ഖേദ സത്യാഗ്രഹവും. രണ്ടും നടക്കുന്നത് ഗുജറാത്തില്. അഹമ്മദാബാദിൽ മിൽ വർക്കേഴ്സിന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട്, ഖേദയിൽ ടാക്സുമായി ബന്ധപ്പെട്ട്. മൂന്ന് സമരത്തിലും ബ്രിട്ടീഷുകാർ മഹാത്മാഗാന്ധി പറയുന്നത് കേൾക്കുന്നു. അങ്ങനെ മഹാത്മാഗാന്ധി സ്റ്റാറായി നിൽക്കുന്ന സമരം, നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധമൊക്കെ അവസാനിക്കുന്ന സമയം നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ പുതിയൊരു നിയമം കൊണ്ടുവരുന്നു 1919. അങ്ങനെ 1919 നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റൗലറ്റ് ആക്ട് പാസ്സാക്കും. അപ്പോൾ റൗലറ്റ് ആക്ടിന്റെ ഫീച്ചേഴ്സ് നമ്മളൊന്ന് ഓർത്ത് നോക്കി. എന്താണ്? വാറന്റ് ഇല്ലാതെ നമുക്ക് ഏതൊരു വ്യക്തിയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാം. അപ്പോൾ അതൊരു കരി നിയമം, ഒരു മാർഷൽ നിയമമാണ്. അപ്പോൾ ആ നിയമത്തിനെതിരെ നമ്മുടെ ഇന്ത്യയിൽ ഏപ്രിൽ 6 ഹർത്താൽ ആചരിക്കാൻ മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്യുന്നു. ഹർത്താൽ നടക്കുന്നു. നമ്മുടെ പഞ്ചാബിന്റെ ഭാഗത്ത് ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ ഖിച്ചിലോവിനെയും അറസ്റ്റ് ചെയ്യുന്നു. അതിനെതിരെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വന്നിട്ട് പ്രക്ഷോഭം നടത്തുന്നു. 13 ഏപ്രിലിൽ എന്ത് ചെയ്യുന്നു? ജനറൽ ഡയർ വരുന്നു, വെടിവെക്കാൻ പറയുന്നു. ഒരുപാട് പേര് എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. അങ്ങനെ ലോകം മൊത്തം അതൊരു വലിയ വാർത്തയായിട്ട് മാറുന്നു. നിരായുധരായിട്ടുള്ള ആൾക്കാരെ ബ്രിട്ടീഷുകാര് അല്ലെ ആ പറയുന്ന സ്ഥലത്തിന്റെ കവാടത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നിറയൊഴിക്കുന്നു. ഒരുപാട് പേര് മരിക്കുന്നു. വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ഹണ്ടർ കമ്മീഷനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പ്രക്ഷോഭങ്ങൾ ഒരു പരിധി വരെ പോകും. അപ്പോൾ അടുത്ത് നമ്മുടെ മഹാത്മാഗാന്ധി എന്ത് തീരുമാനിച്ചു? എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് കൊണ്ടുവരണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ചേർന്നു. അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനവും കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ പുതിയ ഒരു സമരരീതി കൊണ്ടുവരുന്നു. പേര് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. വർഷം 1920. അപ്പോൾ 1915 ഗാന്ധിജി എത്തി. 17 എന്ത് ചെയ്തു? ചമ്പാരൻ. 18 അഹമ്മദാബാദും ഖേദയും. 19 റൗലറ്റ് ആക്ട്. 20 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനവും വരുന്നു. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്താണ് സംഭവം? ഖിലാഫത്ത് കമ്മിറ്റിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടെ ചേർന്ന് നടത്തിയ ഒരു നോൺ വയലന്റ് മെത്തേഡാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സാധനങ്ങളെ, ബ്രിട്ടീഷിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന
സാധനങ്ങൾ, വിദേശ സ്കൂള്, കോടതികൾ, സർക്കാർ ജോലികളൊക്കെ ബോയ്ക്കോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇതെന്ത് പറ്റി? ഖാദിയുടെ ഉൽപ്പന്നത്തിനെയും അതുപോലെ അതിൻ്റെ വിപണനത്തെയും സപ്പോർട്ട് ചെയ്തു. നാഷണൽ സ്കൂളുകൾ ആരംഭിച്ചു. മാസ് മൊബിലൈസേഷൻ ഉണ്ടാകുന്നു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ സ്ത്രീകൾ, കുട്ടികൾ, സ്ത്രീകൾ, ജോലിക്കാർ, സ്റ്റുഡൻസ്, ട്രൈബൽ പീപ്പിൾ എല്ലാം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ബ്രിട്ടീഷ് നിയമങ്ങളെ എതിർക്കുന്നു, ബ്രിട്ടീഷ് ലോസിനെ എതിർക്കുന്നു. പെസൻസ് എന്ത് ചെയ്യുന്നു? ഈ ഒരു വർഷം, ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഇത് പിന്നീട് വരുന്നതാണ്, പക്ഷേ ടൈം ലൈനിൽ നമുക്ക് ഒരുമിച്ച് വരുന്നതുകൊണ്ട് പറഞ്ഞു. കിസാൻ സഭകൾ ആരംഭിക്കുന്നു. നമ്മുടെ ആൾക്കാർ എന്ത് ആരംഭിക്കുന്നു? കിസാൻ സഭകൾ ആരംഭിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ, 15 ഗാന്ധിജി എത്തി, 16 ഒന്നും ചെയ്തില്ല, 17 ചമ്പാരൻ, 18 അഹമ്മദാബാദ്, അതുപോലെ തന്നെ ഖേദ, 20 എന്ത് പറ്റുന്നു? 19 എന്ത് പറ്റുന്നു? റൗലറ്റ് ആക്ട്, 20 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഖിലാഫത്ത് പ്രസ്ഥാനവും. എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്? ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സാധനങ്ങൾ, സേവനങ്ങൾ എല്ലാത്തിനെയും ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇതിൽ ജനങ്ങളൊക്കെ പങ്കെടുക്കുന്നു. ഖാദിയുടെ ഉപയോഗം, ഇന്ത്യക്കാർ നിർമ്മിക്കുന്ന സാധനങ്ങൾ, ഇന്ത്യയുടെ സ്കൂളുകളൊക്കെ വരുന്നു. അപ്പോൾ ഇത് സഹായിച്ച അല്ലെങ്കിൽ ഇതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പ്രധാന വ്യക്തികൾ: കോൺഗ്രസിന് വേണ്ടി ഗാന്ധിജി, ഖിലാഫത്തിന് വേണ്ടിയിട്ട് അലി ബ്രദേഴ്സ്. സെറ്റ്. അങ്ങനെ ഇതൊരു വൻ സക്സസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ 2 വർഷം കഴിഞ്ഞു. 1922 1922 ഫെബ്രുവരി മാസം 4-ാം തീയതി എന്ത് സംഭവിക്കുന്നു? ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു പോലീസ് സ്റ്റേഷന് തീയിടുന്നു. 22ഓളം പോലീസുകാർ എന്ത് ചെയ്യുന്നു? അതിനകത്ത് വെച്ച് മരിക്കുന്നു. ഒന്നും നോക്കിയില്ല. മഹാത്മാഗാന്ധി പറഞ്ഞു, നമ്മൾ എന്താണ്, നോൺ വയലൻസ് ആണ്. പക്ഷേ ഇവിടെ നടന്നത് വയലൻസ് ആണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ വിഡ്രോ ചെയ്യുന്നു. 12 ഫെബ്രുവരി 1922. അപ്പോൾ 1922 നടന്ന പ്രധാനപ്പെട്ട ഇവൻ്റാണ് എന്ത്? നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുന്നു. എന്തുകൊണ്ട് പിൻവലിക്കുന്നു? ചൗരി ചൗര ഇൻസിഡൻറ്റ് കാരണം പിൻവലിക്കുന്നു. എന്താണ് ചൗരി ചൗര? ഒരു സ്ഥലമാണ്. എവിടെ? ഉത്തർപ്രദേശിൽ. അവിടെ എന്ത് പറ്റുന്നു? ഒരു പോലീസ് സ്റ്റേഷനിൽ വയലൻ്റായ ജനങ്ങൾ തീയിടുന്നു. ചുമ്മാ പോയി തീയിട്ടതൊന്നുമല്ല, അവർ ഈ പറയുന്ന സമരക്കാരെ നേരെ വെടിയുതിർത്തത് കൊണ്ടാണ്. പക്ഷേ അത് കണക്കിൽ വന്നില്ല. മഹാത്മാഗാന്ധി അതൊന്നും നോക്കിയില്ല, സമരം പിൻവലിച്ചു. പലരും പറഞ്ഞു വലിയ തെറ്റായി പോയി എന്ന്. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലായിട്ടും ഇതുപോലൊരു സമരം നടക്കുന്നു. രാംപ റെബലിയൻ. ആരാണ്? അല്ലൂരി സീതാരാമ രാജു. എവിടെയാണ്? ആന്ധ്ര റീജിയനിൽ. നമ്മൾ RRR സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ. അപ്പോൾ ചാപ്റ്റർ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ക്ലാസ്സസ് ഒന്ന് പോയി കണ്ടിട്ട് വരുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇത്തരം ക്ലാസ്സുകൾ ഇനിയും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും ഒന്നും മറക്കണ്ട. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. അങ്ങനെ 1922 2 കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുന്നു. അതുപോലെ ആന്ധ്രയിൽ രാംപ റെബലിയൻ നടക്കുന്നു. അപ്പോൾ രാംപ റെബലിയനും ഇതൊന്നും ആയി. അങ്ങനെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കും. 22 മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിച്ചു. വലിയ മണ്ടത്തിനുമായി പോയി. അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് തന്നെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടെ ചേർന്ന് തൊട്ടടുത്ത വർഷം 1923 പുതിയൊരു പാർട്ടി തുടങ്ങുന്നു. പാർട്ടിയുടെ പേര് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ നയങ്ങൾ എന്തായിരുന്നു? ഇലക്ഷനിൽ പങ്കെടുത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? ഗവൺമെൻറ്റിനെ എതിർക്കുക എന്നുള്ളതായിരുന്നു സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ്? ഇലക്ഷനിൽ പങ്കെടുക്കുക, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗങ്ങളെ അയക്കുക, അവിടെ ചെന്നിട്ട് ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ നയം. അപ്പോൾ ഒന്നും കൂടെ വർഷങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. 15, 17, 18, 19, 20, 22, 23 സെറ്റ് കിട്ടുന്നുണ്ടല്ലോ. ഗാന്ധിജി വന്നു, ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ, അത് കഴിയുമ്പോൾ റൗലറ്റ് ആക്ട്, അത് കഴിയുമ്പോൾ ഖിലാഫത്ത് നോൺ കോപ്പറേഷനും 22 എന്ത് പറ്റുന്നു? ചൗരി ചൗരയിലൂടെ പിൻവലിക്കുന്നു. അതേ 22 രംപ റെബലിയൻ ആന്ധ്രയിൽ അല്ലൂരി സീതാരാമ രാജു. തൊട്ടടുത്ത വർഷം 23 സ്വരാജ് പാർട്ടി. അങ്ങനെ കാര്യങ്ങൾ കുറച്ച് വയലൻസിൻ്റെ ടേണിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന 24 തൊട്ടടുത്ത വർഷം എന്ത് ചെയ്യുന്നു? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഫോം ചെയ്യുന്നു. എന്ത് ഫോം ചെയ്യുന്നു? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഫോം ചെയ്യുന്നു. HRA. ഇവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്ത വർഷം 25 കക്കോരി ട്രെയിൻ കോൺസ്പിറസി നടക്കുന്നു. എന്ത് നടക്കുന്നു? കക്കോരി ട്രെയിൻ കോൺസ്പിറസി. അതിൽ നിന്നും ആൾക്കാരെ പിടിക്കുന്നു. രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുള്ള ഖാൻ, രാജേന്ദ്ര ലാഹിരി, ഠാക്കൂർ റോഷൻ സിംഗിനെ അടുത്ത വർഷം അല്ലേ 27 എന്ത് ചെയ്യുന്നു? തൂക്കി കൊല്ലുന്നു. അപ്പോൾ ഇതൊക്കെ പിന്നീട് ടെക്സ്റ്റ് ബുക്കിൽ പലയിടത്തായിട്ട് കിടക്കുന്ന നമ്മൾക്ക് ഒരുമിച്ച് പഠിക്കുമ്പോൾ കിട്ടും. അപ്പോൾ 22 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിച്ചു. ഇതൊന്നും അറിയാതെ എന്ത് പറ്റി? നമ്മുടെ ആന്ധ്രയിൽ അല്ലൂരി സീതാരാമരാജുവും ടീമും എന്ത് ചെയ്യുന്നു? സ്ഥലം പിടിച്ചെടുത്ത് സ്വന്തമായി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് അത് അടിച്ചമർത്തി. തൊട്ടടുത്ത വർഷം ഈ പറയുന്ന മഹാത്മാഗാന്ധി ചെയ്ത പ്രവൃത്തിയൊക്കെ തെറ്റാന്ന് പറഞ്ഞുകൊണ്ട് CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടെ പുതിയ പാർട്ടി തുടങ്ങുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ മാസ് മൂവ്മെൻറ്റുകൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പിൻവലിച്ചല്ലോ. അപ്പോൾ പിൻവലിച്ചപ്പോൾ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് വന്ന ആൾക്കാർക്ക് വേറെ വഴിയില്ലാതായി പോയി അല്ലേ. കുറേ പേര് മഹാത്മാഗാന്ധി സംശയിച്ചു. അപ്പോൾ എന്ത് പറ്റി? പിണങ്ങിയ ആൾക്കാർ പുതിയ പാർട്ടി തുടങ്ങി, 23 മുതൽ സ്വരാജ് പാർട്ടി. അപ്പോൾ നോൺ വയലൻസിൻ്റെ വഴിയിലൂടെ പോയാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം 24 എന്ത് ചെയ്യുന്നു? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വരും. നിങ്ങൾക്കറിയാമല്ലോ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു റവല്യൂഷണറി സംഘടനയാണ്. അതായത് സായുധ വിപ്ലവത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? കക്കോരിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ പറയുന്ന ട്രെയിനിനെ എന്ത് ചെയ്യുന്നു? കൊള്ളയടിക്കുന്നു. പക്ഷേ ഗവൺമെൻറ് ഇടപെടുന്നു. 2 വർഷം അല്ലേ ശിക്ഷ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാംപ്രസാദ് ബിസ്മിലിനെയും അഷ്ഫഖുല്ല ഖാനെയും രാജേന്ദ്ര ലാഹിരിയും 27 എന്ത് ചെയ്യുന്നു? അവർ തൂക്കി കൊല്ലുന്നു. അങ്ങനെ ഗവൺമെൻറ് അല്ലെ മൊത്തത്തിൽ പ്രശ്നമാണ്. അതായത് മഹാത്മാഗാന്ധി ഒരു സമരം നിർത്തി, വേറെ പാർട്ടിക്കാർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ചില സ്ഥലത്തായിട്ട് എന്ത് പറ്റുന്നു? ആൾക്കാർ റവല്യൂഷണറി രീതികൾ, വയലൻ്റ് രീതികൾ കൊണ്ടുവരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ ഗവൺമെൻറ് പറയുന്ന അല്ലെ ബ്രിട്ടീഷുകാർക്ക് നമ്മൾ ഇന്ത്യക്കാർ പറയുന്ന കേൾക്കണം. അപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാം? നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് കൊണ്ടുവരാം. അതായത് ഇന്ത്യക്കാരെ വളരെ മോശമായിട്ട് 19-ലാണല്ലോ പ്രശ്നം അല്ലേ, 19 റൗലറ്റ് ആക്ടിലൂടെ ആണല്ലോ കളി കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷനെ കൊണ്ടുവരുന്നു 1927. കമ്മീഷൻ്റെ പേര് സൈമൺ കമ്മീഷൻ. 27 അപ്പോയിൻറ്റ് ചെയ്യുന്നു. തൊട്ടടുത്ത വർഷം 28 ഫെബ്രുവരി 3-ാം തീയതി ഇന്ത്യയിലോട്ട് എത്തുന്നു. പ്രശ്നം എന്തായിരുന്നു? ഇതൊരു ഓൾ ബ്രിട്ടീഷ് കമ്മീഷനാണ്. എന്ന് വെച്ചാൽ അതിലുള്ള അംഗങ്ങളെല്ലാം ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു, അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ല, നമ്മുടെ ഇന്ത്യക്കാർ പറഞ്ഞു, സൈമൺ ഗോ ബാക്ക്, സൈമൺ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, വിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ലാലാ ലജ്പത് റായിയെ പോലെയുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നു, അടി കിട്ടുന്നു, ലാത്തി ചാർജിൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹം പിന്നീട് മരിക്കുകയും ചെയ്യുന്നു. അതാണ് 27 നടന്ന പ്രധാന ഇവൻറ്റ്. അപ്പോൾ 27 നടന്ന പ്രധാന ഇവൻറ്റ് സൈമൺ കമ്മീഷൻ തന്നെയാണ്. സൈമൺ കമ്മീഷൻ അപ്പോൾ ഇന്ത്യയിൽ എന്തിനു വന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് കൊണ്ടുവരാൻ വേണ്ടി വന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യക്കാർ എതിർത്തത്? അതൊരു ഓൾ ബ്രിട്ടീഷ് കമ്മീഷൻ ആയത് കൊണ്ട്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടി വർഷങ്ങളൊന്ന് പറഞ്ഞാൽ കിട്ടുമല്ലോ. 15 ഗാന്ധിജി എത്തി, 17 ചമ്പാരൻ, 18 അഹമ്മദാബാദ് ഖേദ, 19 റൗലറ്റ്, 20 നോൺ കോപ്പറേഷൻ, 22 വിഡ്രോ ചെയ്യുന്നു. 22 തന്നെ എന്ത് പറ്റുന്നു? കിസാൻ സഭകൾ രൂപീകരിക്കുന്നു. 20 തന്നെ കിസാൻ സഭകൾ രൂപീകരിക്കുന്നു. 22 പിൻവലിക്കുന്നു. 22 തന്നെ രംഭാ റെബലിയൻ. 23 എന്ത് പറ്റുന്നു? സ്വരാജ് പാർട്ടി. 24 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. തൊട്ടടുത്ത വർഷം 25 അവർ കക്കോരി ട്രെയിൻ കോൺസ്പിറസി നടത്തുന്നു. 2 വർഷം കഴിഞ്ഞ് 27 ആദ്യം അവരെ തൂക്കിക്കൊല്ലുന്നു. അതേ 27 കോൺഗ്രസ്സുകാരും ഈ പറയുന്ന പാർട്ടിക്കാരും ഒക്കെ പറഞ്ഞത് കേട്ട് ബ്രിട്ടീഷുകാർ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസിന് വേണ്ടി ഒരു കമ്മീഷനെ കൊണ്ടുവരുന്നു. സൈമൺ കമ്മീഷൻ 27 അപ്പോയിൻറ്റ് ചെയ്യുന്നു. 28 ഫെബ്രുവരി 3 ഇന്ത്യയിലെത്തുന്നു. പക്ഷേ ഗോ ബാക്ക് സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താണ് കോൺഗ്രസ്സുകാരെ തന്നെ എതിർക്കുന്നു. ലാത്തി ചാർജ് നടക്കുന്നു. ലാലാ ലജ്പത് റായ് ലാത്തി ചാർജിൽ മരിക്കുന്നു. അപ്പോൾ വന്നപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മൾ ഇന്ത്യക്കാരെ കളിയാക്കി, ഞങ്ങളൊരു കമ്മീഷനെ കൊണ്ടുവന്നപ്പോൾ നീയൊക്കെ പറഞ്ഞു വിട്ടല്ലേ, നിന്നെയൊക്കെ കൊണ്ട് പറ്റുമോ ഇതൊക്കെ ഉണ്ടാക്കാനെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മോത്തിലാൽ നെഹ്റു പറഞ്ഞു, എന്നാ പിടിച്ചോ, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ മോത്തിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് വയ്ക്കുന്നു. തൊട്ടടുത്ത വർഷം 1928. പിന്നെ തൊട്ടടുത്ത വർഷം എന്ന് പറയാൻ പറ്റത്തില്ല, സൈമൺ കമ്മീഷൻ വന്നത് 28 അതേ വർഷം തന്നെ എന്ത് ചെയ്യുന്നു? വരുന്നു. അതേ വർഷം തന്നെ എന്ത് പറ്റുന്നു? നമ്മുടെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്തായിട്ട് മാറുന്നു? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനായിട്ട് മാറുന്നു. ആരുടെ നേതൃത്വത്തിൽ? ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ. അതും 28 തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ ഒരു വശത്തൂടെ പ്രശ്നങ്ങളൊക്കെ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ കോൺഗ്രസ് കടുത്ത നടപടിയിലോട്ട് പോവുകയാണ്. കോൺഗ്രസ്സുകാർ പറഞ്ഞു, ശരിയാവത്തില്ല, നിങ്ങളങ്ങനെ ഞങ്ങളെ ഭരിക്കണം, ഞങ്ങൾക്ക് എന്ത് വേണം? പൂർണ്ണ സ്വരാജ് വേണമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത വർഷം 1929 ഡിസംബറിൽ ലാഹോർ കോൺഗ്രസ് സെഷനിൽ വെച്ച് നമ്മൾ പൂർണ്ണ സ്വരാജ് ഡിമാൻഡ് ചെയ്യുന്നു. നമ്മൾ ട്രൈ കളർ, അതായത് നമ്മൾ ത്രിവർണ്ണ പതാക അഡോപ്റ്റ് ചെയ്യുന്നു. തൊട്ടടുത്ത വർഷം ജനുവരി 26 അത് ഉയർത്തുന്നു. അതുപോലെ ഗാന്ധിജിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഗാന്ധിജി നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? പഴയതുപോലെ ഒരു മാസ് പ്രൊട്ടസ്റ്റ് തുടങ്ങണമെന്നും പറയുന്നു. 29 ലാഹോർ കോൺഗ്രസ് സെഷൻ. അപ്പോൾ ലാഹോർ കോൺഗ്രസ് സെഷൻ, അങ്ങനെ ലാഹോർ കോൺഗ്രസ് സെഷൻ വെച്ച് മഹാത്മാഗാന്ധി വീണ്ടും വരുന്നു. ഗാന്ധിജി പറയുന്നു, എന്താണ്? എന്നാൽ നമുക്ക് സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങാം. അടുത്ത വർഷം ആദ്യം ഏപ്രിൽ 6, 1930 ഗാന്ധിജി എന്ത് ചെയ്യുന്നു? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നു. അങ്ങനെ ദണ്ഡി മാർച്ച് നടത്തുന്നു. സബർമതി മുതൽ ദണ്ഡി വരെ 24 ദിവസം കൊണ്ട് നടത്തി. അവിടെ വെച്ചിട്ട് സോൾട്ട് നിയമം ബ്രേക്ക് ചെയ്യുന്നു. ബ്രിട്ടീഷുകാർ അത് മൊത്തത്തിൽ പ്രശ്നമാക്കുന്നു. കാരണം അതേ വർഷം 1930 തന്നെയാണ് എന്ത് പറ്റുന്നത്? ഈ പറയുന്ന ഒന്നാം വട്ടമേശ സമ്മേളനം അഥവാ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ
27 സൈമൺ കമ്മീഷൻ, 28 എത്തുന്നു. 28 എത്തുന്നു, ഗോ ബാക്ക് പറഞ്ഞ് തിരിച്ചയക്കുന്നു. അതേ വർഷം തന്നെ അപ്പോൾ നിങ്ങളെ കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മോത്തിലാൽ നെഹ്റു അപ്പം തന്നെ ഒരു നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോലത്തെ ഒരു സംഭവം എന്ത് ചെയ്യുന്നു, ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. തൊട്ടടുത്ത വർഷം 29 പ്രത്യേകത ലാഹോർ കോൺഗ്രസ് സമ്മേളനം, ലാഹോർ പാകിസ്ഥാനിൽ. എന്താണ് പ്രത്യേകത? പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെടുന്നു. ഇനി ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കേണ്ട, നിങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞ് പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, സോ പുതിയൊരു കൊടി ഉണ്ടാക്കി. ഇനിയും ഈ പറയുന്ന പ്രൊട്ടസ്റ്റ് മാസ് പ്രൊട്ടസ്റ്റ് ആക്കണമെങ്കിൽ ഗാന്ധിജി വരണം. ഗാന്ധിജിയെ വിളിച്ചിട്ട് പറഞ്ഞു പുതിയൊരു സമരം തുടക്കം. സോ തൊട്ടടുത്ത വർഷം ഡിസംബറിലാണല്ലോ 29 നടക്കുന്നത്, ഒരു മാസം കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അടുത്ത വർഷം 30 ഗാന്ധിജി എന്ത് ചെയ്യുന്നു, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നു. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് ഭാഗമായിട്ട് ദണ്ഡി മാർച്ച് നടത്തുന്നു, സോൾട്ട് നിയമം ബ്രേക്ക് ചെയ്യുന്നു. അതേ വർഷം തന്നെയാണ് എന്ത് നടക്കുന്നത്, റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. നമ്മുടെ സൈമൺ കമ്മീഷൻ 28 വന്നിട്ട് അവർ റിപ്പോർട്ട് കൊടുത്തു. ഈ റിപ്പോർട്ടിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതേ വർഷം 1930 എന്ത് നടക്കുന്നു, ഒന്നാം റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നു. പക്ഷേ അത് കോൺഗ്രസ് ബോയ്ക്കോട്ട് ചെയ്യും. അതേ വർഷം തന്നെയാണ് നമ്മുടെ ചിറ്റഗോങ് ആർമറി റെയ്ഡ് ആര് നടത്തുന്നത്, സൂര്യസെൻ നടത്തുന്നത്. ചിറ്റഗോങ് ആർമറി റെയ്ഡ് ബംഗാളിൻ്റെ ഭാഗത്ത് അല്ലേ, ചിറ്റഗോങ് ആർമറി റെയ്ഡ് സൂര്യസെൻ നടത്തുന്നു. പിന്നെ അതേ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞു എന്ത് പറ്റി, പാകിസ്ഥാൻ മേഖലയിലോട്ട് ഖുദായി ഖിദ്മഗാർസ് എന്ന് പറയുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിൽ സംഘടന എവിടോട്ട്, ലാഹോറിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ബോർഡർ ഗാന്ധി അല്ലേ, ഫ്രോണ്ടിയർ ഗാന്ധി എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹം വരുന്നത് 30 തന്നെയാണ്. അപ്പോൾ 30 എന്ന പ്രധാന ഇവൻ്റ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നു, ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നു, റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തുന്നു. ഖുദായി ഖിദ്മഗാർ എന്ന് പറയുന്ന സംഘടന വരുന്നതും അതേ വർഷം തന്നെ ആണ്. അതേ വർഷം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചിറ്റഗോങ് ആർമറി റെയ്ഡ് സൂര്യസെന് നടത്തുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ്സുകാരും പോയില്ല, ആകെ നാണക്കേടായി. ഇർവിനെ വിളിച്ചു. ആരാ ഇർവിൻ? വൈസ്രോയെ വിളിച്ചിട്ട് അഗ്നി ചോദിച്ചു. ഇത് തന്നെ പിന്നെ അവിടെ എന്തിനാണ് നിർത്തിയേക്കുന്നു. അപ്പം ഇർവിൻ നേരെ എന്ത് ചെയ്തു, ഇർവിൻ നേരെ ചെന്ന് ഗാന്ധിജിയെ കണ്ടിട്ട് പറഞ്ഞു, ഗാന്ധിജി അലമുണ്ടാക്കരുത്, അടുത്ത റൗണ്ട് ടേബിൾ കോൺഫറൻസിലെങ്കിൽ നിങ്ങൾ പോകണം, നിങ്ങൾ ഈ പറയുന്ന സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് പിൻവലിക്കണം. അപ്പോൾ ഗാന്ധിജി കുറേ കണ്ടീഷൻസ് പറഞ്ഞു തന്നു അല്ലേ. ആ പറഞ്ഞ കണ്ടീഷൻസിൽ കുറേയൊക്കെ അവർ അംഗീകരിച്ചു. ഗാന്ധി ഇർവിൻ പാക്ട് ഉണ്ടാക്കുന്നു 31 മാർച്ച് 5. അങ്ങനെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് സസ്പെൻഡ് ചെയ്യുന്നു. കോൺഗ്രസ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ 31 തന്നെ രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നു. പക്ഷേ അത് ഫെയിലായിട്ട് മാറും. അങ്ങനെ ഫെയിലായിട്ട് മാറുന്നു. അപ്പോഴത്തേക്ക് എന്ത് പറ്റി, നമ്മുടെ ഭഗത് സിംഗും ടീമും ഉണ്ടല്ലോ, ഏത് നമ്മുടെ നേരത്തെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ഇതേ വർഷം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തൂക്കിക്കൊല്ലുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൂന്നാം റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ത് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ടല്ല, രണ്ടാം റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഫെയിലാവുന്നു. 32 മൂന്നാം റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നു. പക്ഷേ അതിൽ കോൺഗ്രസ് എന്ത് ചെയ്തില്ല, പങ്കെടുത്തില്ല. ഇതേ വർഷം തന്നെയാണ് ചന്ദ്രശേഖർ ആസാദും മരിക്കുന്നത്. അങ്ങനെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് പിൻവലിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പോകുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർക്ക് കോൺഗ്രസിനോട് ഒരു താല്പര്യക്കുറവ് വന്നു. അവർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു. അതായത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ സോഷ്യലിസ്റ്റ് ചായ്വ്, അതായത് ഈ റഷ്യൻ റവല്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യലിസ്റ്റ് ചായ്വുള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു. 34 ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണനും ചേർന്നിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വർഷങ്ങളൊന്ന് ബോറടിച്ചു തുടങ്ങി കാണും. വർഷങ്ങളൊന്നുകൂടി ഒന്ന് ആലോചിച്ച്, 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തി. 17 ഏതാണ് നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹം. 18 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും അതുപോലെ തന്നെ എന്താണ് ഖേദ സത്യാഗ്രഹവും. 19 റൗലറ്റ് ആക്ട്. 20 നോൺ കോപ്പറേഷനും ഖിലാഫത്തും. അതേ 20 കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കിസാൻ സഭകൾ രൂപീകരിക്കുന്നുണ്ട് അല്ലേ. 22 ആയപ്പോഴത്തേക്കും ചൗരി ചൗരയിലൂടെ പിൻവലിക്കുന്നു. 22 തന്നെ എന്ത് പറ്റുന്നു, നമ്മുടെ രംഭ റെബലിയൻ നടക്കുന്നു ആന്ധ്രയിൽ, അല്ലൂരി സീതാരാമരാജു. തൊട്ടടുത്ത കൊല്ലം 22 ഗാന്ധിജി പിൻവലിച്ചു. ദേശീയത്തിൽ 23 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നു. CR ദാസും മോത്തിലാൽ നെഹ്റുവും. അവർ പറഞ്ഞു ഇലക്ഷനിൽ പങ്കെടുക്കണം, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭാഗമാക്കണം, എന്നിട്ട് നമ്മൾ നമ്മുടെ എതിർപ്പ് അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എന്ത് പറ്റുന്നു, റവല്യൂഷണറി ഗ്രൂപ്പുകൾ തൊട്ടടുത്ത വർഷമായി 24 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കുന്നു. അവർ അതിൻ്റെ അടുത്ത വർഷം 25 കക്കോരി ട്രെയിൻ കോൺസ്പിറസി നടത്തുന്നു. പിടിക്കപ്പെടുന്നു. 27 ആദ്യം ഇവരെ 4 പേരെ തൂക്കിക്കൊല്ലുന്നു. രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുള്ള ഖാൻ, രാജേന്ദ്ര ലാഹിരി, ഠാക്കൂർ, റോഷൻ സിംഗ്. അതേ വർഷം തന്നെ അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി
നമുക്ക് എന്ത് വേണം, നിയമനിർമ്മാണം കൊണ്ടുവന്നില്ലെങ്കിൽ അവർ പിണങ്ങുമെന്ന് വെച്ചിട്ട് സൈമൺ കമ്മീഷനെ ഇന്ത്യയിലോട്ട് അയക്കുന്നു. പക്ഷേ അതൊരു ഓൾ ബ്രിട്ടീഷ് കമ്മീഷനായിരുന്നു. 27 അപ്പോയിൻ്റായി 28 ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യക്കാരെ എതിർക്കുന്നു. ലാലാ ലജ്പത് റായിയുള്ള സമരത്തിനിടയിൽ പങ്കെടുത്ത് അടികൊണ്ട് മരിക്കുന്നു. അതേ വർഷം തന്നെ നിങ്ങൾ വേണ്ട ഞങ്ങൾക്കുണ്ടാക്കിക്കോളാം അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോത്തിലാൽ നെഹ്റുക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു 28. തൊട്ടടുത്ത വർഷം കോൺഗ്രസ് മനസ്സിലായി ബ്രിട്ടീഷുകാർ ഇനി വച്ചുപറപ്പിക്കേണ്ട ആവശ്യമില്ല. ലാഹോർ കോൺഗ്രസ് സമ്മേളനം വരുന്നു 29. അവിടെ വെച്ച് പൂർണ്ണ സ്വരാജ് ട്രൈ-കളർ ഫ്ലാഗ് ഗാന്ധിജിയെ വിളിക്കുന്നു. ഗാന്ധിജി ഇറങ്ങുന്നു. 30 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്, അതുപോലെ ദണ്ഡി മാർച്ചും ഉപ്പ് സത്യാഗ്രഹവും തുടങ്ങുന്നു. അതേ 30 കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു, 31 ഗാന്ധി ഇർവിൻ പാക്ട് വരുന്നു. അതിൻ്റെ ഭാഗമായി 31 രണ്ടാം റൗണ്ട് ടേബിൾ കോൺഫറൻസ് പങ്കെടുക്കുന്നു. പക്ഷേ അത് ഫെയിലാകുന്നു. അതേ വർഷം തന്നെ എന്ത് പറ്റുന്നു, 30 ലാസ്റ്റ് തന്നെ നമ്മൾ ഈ പറയുന്ന 31 തന്നെ എന്ത് പറ്റുന്നു, നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഭഗത് സിംഗും രാജ്ഗുരു സുഖ്ദേവും കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ കൊല്ലുന്നു. ചന്ദ്രശേഖർ ആസാദും മരിക്കുന്നു. 32 മൂന്നാം റൗണ്ട് ടേബിൾ കോൺഫറൻസ്, പക്ഷേ കോൺഗ്രസ് പങ്കെടുത്തില്ല. 34 ആയപ്പോഴത്തേക്കും ഈ പറയുന്ന കോൺഗ്രസിനകത്ത് തന്നെ പുതിയൊരു പാർട്ടി വരുന്നു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് അഥവാ കമ്മ്യൂണിസ്റ്റ് ചായ്വോട് കൂടി ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണൻ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ശക്തിയൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്ന സമയം. ഈ ഒരു സമയം കോൺഗ്രസ്സിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 1939 കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസൊക്കെ പിണങ്ങിപ്പോവും. അങ്ങനെ 36 എന്ത് പറ്റുന്നു, ഓൾ ഇന്ത്യ കിസാൻ സഭ വരുന്നു. എന്ത് വരുന്നു, ഓൾ ഇന്ത്യ കിസാൻ സഭ. 34 കഴിഞ്ഞ് പിന്നെ ഒരു 40 വരെ വലിയ ഇവൻ്റ് ഒന്നും നടക്കുന്നില്ല. ഇടയ്ക്ക് പറയേണ്ട ഒന്നാണ് 36 ഓൾ ഇന്ത്യ കിസാൻ സഭ. 20 തുടങ്ങിയ കിസാൻ സഭകളുടെ ഓൾ ഇന്ത്യ ഫോം. ഓക്കെ, ആസ് എൻ ഓൾ ഇന്ത്യ പെസന്റ് ഓർഗനൈസേഷൻ. അടുത്ത് 40 കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതാണ് തേഭാഗ പ്രക്ഷോഭവും തെലങ്കാന പ്രക്ഷോഭവും. ഇത് രണ്ടും 40 നടന്നു എന്നല്ല, 40 to 50 ഇടയിൽ, 47, 46 കാലഘട്ടത്തിൽ. വർഷം ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ വിഷയങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം നിങ്ങൾക്കറിയാമല്ലോ, ഈ പറഞ്ഞ 31, 32, 33 കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നം എന്താണ്, രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ് അല്ലേ. കാരണം 39 ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റുകയാണ്, രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇന്ത്യക്കാരുടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു, ക്രിപ്സ് മിഷനെ ഇന്ത്യയിലോട്ട് അയക്കുന്നു 42. പക്ഷേ ക്രിപ്സ് മിഷൻ ഫെയിലാവുന്നത് കാരണമാണ് ഗാന്ധിജി പുതിയ സമരം കൊണ്ടുവരുന്നത്. സമരത്തിൻ്റെ പേര് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഓഗസ്റ്റ് 8, 1942. സ്ലോഗൻ ഡു ഓർ ഡൈ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ എന്ത് ചെയ്യുക, വിടുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ മഹാത്മാഗാന്ധി 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം തുടങ്ങുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ തുടങ്ങുന്നത് ഓഗസ്റ്റ് 8, 1942. ഇതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും എന്ത് പറ്റുന്നു, സ്ത്രീകളും കുട്ടികളും ജോലിക്കാരും യുവാക്കളും ഒക്കെ വരുന്നു. ജയപ്രകാശ് നാരായൺ, അരുണ അസഫ് അലി, സുചിത്ര കൃപലാനി പോലെയുള്ളവർ ഒളിവിലിരുന്നു കൊണ്ട് ഈ സമരത്തെ മുന്നോട്ട് നയിക്കുന്നു. പല സ്ഥലങ്ങളിലും സമരം അക്രമാസക്തമാകുന്നു. പക്ഷേ ഗാന്ധിജി അതിനെ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, പണ്ടത്തെ പോലെ ചൗരി ചൗര പോലെ ഒന്നും പറഞ്ഞില്ല. അത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ വയലൻ്റ് ആയതെന്ന് പറയുന്നു. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ എന്ത് പറ്റുന്നു, താൽക്കാലിക ലോക്കൽ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ പാരലൽ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു. എവിടെയൊക്കെ രൂപീകരിക്കുന്നു, ഉത്തർപ്രദേശിലെ ബാലിയയിൽ ചിറ്റു പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ, മഹാരാഷ്ട്രയിലെ സത്താരയിൽ നാനാ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ ബംഗാളിൽ താംലൂക്ക് ജില്ലയിൽ എന്ത് ചെയ്യുന്നു, ലോക്കൽ ആൾക്കാർ പുതിയ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നു. അതൊക്കെ നടക്കുന്നത് 42. അതേ 42 തന്നെ എന്ത് പറ്റുന്നു, നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ആദ്യ ആർമിയായ ഇന്ത്യൻ നാഷണൽ ആർമി മോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ സിംഗപ്പൂർ രൂപീകരിക്കുന്നു. പക്ഷേ അദ്ദേഹം ജപ്പാനുമായിട്ട് തെറ്റുന്നത് കാരണം 43 സുഭാഷ് ചന്ദ്രബോസ് ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു. അങ്ങനെ നമ്മൾ ഈ പറയുന്ന ജപ്പാൻ്റെ സഹായത്തോടു കൂടി മ്യാൻമറിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ അറ്റാക്ക് ഫെയിലായിപ്പോയി, എങ്കിലും നടന്നു. നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവരെ തൂക്കിക്കൊല്ലുന്നുണ്ട്, കുറേ പേര്, അല്ലാത്തവരെ വെറുതെ വിടുന്നുമുണ്ട്. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. നമ്മുടെ ഇംഗ്ലണ്ടിന് ഇനി കോളനികളെ നോക്കി നടത്താൻ പറ്റാത്ത അവസ്ഥയായി. അവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നു. അങ്ങനെ വേവൽ എന്ന് പറയുന്ന വൈസ്രോയി വേവൽ പ്ലാൻ അവതരിപ്പിക്കുന്നു 45. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഷിംലയിലേക്ക് വിളിക്കുന്നു. ഷിംല കോൺഫറൻസ്. രണ്ടിലും ഫെയിലിയറാണ് നടക്കുന്നില്ല. അവർ ഇന്ത്യയിൽ ഒരുമിച്ച് പോകാൻ തയ്യാറായില്ല. തൊട്ടടുത്ത വർഷം 46 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലോട്ട് വരുന്നു. എന്തിനാണ്, ഒരു ഇൻ്ററിം ഗവൺമെൻറ്റിനെ കൊണ്ടുവരാനും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കാനും. ആരൊക്കെയായിരുന്നു അംഗങ്ങൾ, സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ. എന്താണ് ക്യാബിനറ്റ് മിഷൻ,
ഉദ്ദേശം ഇന്ത്യക്ക് ഒരു ഇൻ്ററിം ഗവൺമെൻറ്, ഇടക്കാല ഗവൺമെൻറ് കൊണ്ടുവരിക, അതുപോലെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി രൂപീകരിക്കാൻ സഹായിക്കുക. 46-ലും തൊട്ട് അടുത്ത 46 കഴിയുമ്പോഴത്തേക്കും തന്നെ കാര്യങ്ങൾ വഷളാവും. അതായത് നമ്മുടെ ബോംബെയിൽ സമരം നടക്കുന്നു, ഇന്ത്യൻ നേവി മ്യൂട്ടിനി നടക്കുന്നു, അങ്ങനെ കുറേ പ്രൊട്ടസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നു. അങ്ങനെ ഗതിയില്ലാതെ 47-ൽ ആരയക്കുന്നു, അവസാന വൈസ്രോയി ആയ മൗണ്ട് ബാറ്റനെ കൊണ്ടുവരുന്നു. അങ്ങനെ ജൂൺ 3 പ്ലാൻ, അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ, അല്ലെങ്കിൽ ബൾക്കൺ പ്ലാൻ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പവർ ഇന്ത്യക്കാരിലേക്കും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ചെയ്യാൻ തീരുമാനിച്ചു. 47 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. ഒറ്റ ചാപ്റ്റർ നമ്മൾ ഏതാണ്ട് 26 മിനിറ്റിനകം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ വർഷങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓർമ്മയുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സെറ്റല്ലേ? 15, 17, 18, 19, 20, 22, 23, 24, 27, 28, 29, 30, 31, 32, അത് കഴിഞ്ഞിട്ട് 33 പിന്നെ വരുന്നില്ല, 34 ഉള്ളൂ. പിന്നെ 36, 40 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 42, അത് കഴിഞ്ഞിട്ട് 45, പിന്നെ 46, 47, 0. ഇത്രയേ ഉള്ളൂ. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ഈ നോട്ട് ഞാൻ എന്ത് ചെയ്യുക, ടെലഗ്രാം, വാട്സാപ്പ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്യാം. സോ ഇതുപോലെ നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകളുമായി വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ.